ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാര്യം ഞാൻ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അക്കൂട്ടത്തിൽ ഞാൻ ഡ്രാഗണും നട്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഡ്രാഗണിന്റെ ഒത്തിരിയും ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വലിയ കെയറിങ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില വീഡിയോസ് ഒക്കെ ഞാൻ കാണുമ്പോൾ അവർ പ്രത്യേകിച്ച് വളപ്രയോഗം ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല, അതിൽ ഒരു പഴുത്ത് നിപ്പുണ്ട്, ഒരു ഡ്രാഗൺ കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്യുകയും വേണം. കാര്യം അതെങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പൊ നമുക്ക് അവിടേക്ക് പോയി ആ ഫ്രൂട്ട് ഒന്ന് പറിച്ചുകൊണ്ട് വരാം. ഞാൻ ഇതുപോലെ വീടിന്റെ സൈഡിലുള്ള വേലിയിലാണ് ഇതിങ്ങനെ കയറ്റി വിട്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും പറയാറുണ്ട് തൂണൊക്കെ നാട്ടി ടയർ വെച്ച് അങ്ങനെയൊക്കെ വേണമെന്ന്. പക്ഷെ എനിക്ക് ഇതുപോലെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇത് ഇങ്ങനെ പടർന്നിങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിത് ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഉള്ളത് പറയാമല്ലോ. കുറച്ച് കരിയില ഇട്ടിട്ട് അതിന് മുകളിൽ മണ്ണും വീടിന് മുകളിലുള്ള പായല്, അറക്കപ്പൊടി, പിന്നെ അങ്ങനെ കരിയിലയായിട്ട് ആദ്യം ഇട്ടിട്ട് പിന്നെ കരിയില കമ്പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അത്രയും കാര്യമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചത്. ആദ്യം ഞാൻ ടെറസിന് മുകളിലായിരുന്നു വെച്ച്. പിന്നെ വിചാരിച്ചു വേണ്ട, അവിടുന്ന് ഇങ്ങനെ തന്നെ വെക്കാം, അഥവാ വേര് താഴോട്ട് പോവാണെങ്കിൽ പൊയ്ക്കോട്ടെ ഗ്രോ ബാഗിന്റെ വെള്ളിലോട്ട്. അതിനിങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ. പൂക്കമൊക്കെ ചെയ്തിട്ടുണ്ട്. ചില പൂത ഇതുപോലെ വരുന്നതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്താന്ന് അറിയത്തില്ല. ഇതുപോലത്തെ ചെറിയ പൂവൊക്കെ അല്ലാതെ കായ്ക്കുന്നുണ്ടത്. ആദ്യമായിട്ടാണ് ഇതിപ്പോ ഞാൻ നട്ടിട്ട് ഒരു വർഷമായി കാണും, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും എന്താ വേറെ പൂവൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കാ വന്നിട്ടുണ്ട്. ഇത് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഒന്നും കൊണ്ടുപോകാതിരിക്കാനും വേണ്ടി, ഒന്നും തിന്നാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടതാണ്. പക്ഷെ നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ. എനിക്കിത് ഏത് കളറിലുള്ളതാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇത് ഇങ്ങനെ വന്നപ്പോഴാണ്, കായ്ച്ചപ്പോഴാണ് അറിയുന്നത് ഇത് റെഡ് കളർ ആണെന്ന്. എന്തായാലും ഇത് പറിച്ചു നോക്കാം. എളുപ്പമുണ്ട് ഇങ്ങനെ അടുത്തിയെടുക്കാൻ കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരെണ്ണമാണ് കേട്ടോ. ചെറുതൊന്നുമല്ല. സാധാരണ എല്ലാവരും പറയും പോളിനേഷൻ ചെയ്യണം, അല്ലെങ്കിൽ വളമൊക്കെ ഇതിന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് വളം പിന്നീട് ഒന്നും തന്നെ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. വെള്ളവും ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ ചൂട് സമയത്തൊന്നും ഒരു തുള്ളി വെള്ളം അതിന് ഒഴിച്ചിട്ടില്ല. നിലത്തോട്ട് ഇങ്ങനെ ഗ്രോ ബാഗ് വെച്ചുകൊണ്ട് നിലത്തു നിന്നൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ജലാംശം കൊണ്ട് വലിച്ചെടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്തില്ല. യാതൊരു വളവും ഞാൻ ചെയ്തിട്ടുമില്ല. നല്ല വലിപ്പമുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കളറുണ്ട്. നിറച്ച അരിയാണ് കേട്ടോ. ഞാൻ സാധാരണ വെളിയിൽ നിന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനൊരു വാട്ടച്ചൊവയായിരുന്നു, മധുരം ഒന്നും ഇല്ലായിരുന്നു. റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിച്ചത്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നതിന് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നോക്കാം. പൊളിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതെവിടെ ഇരിക്കട്ടെ. കഴിച്ചു നോക്കാം. നല്ല കളറാണ് കേട്ടോ. കയ്യിലൊക്കെ കണ്ട നല്ല ചുമന്നായിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് കൂടെ എന്തായാലും നോക്കാം. ഈ മഴ ആയതുകൊണ്ട് ഒട്ടും മധുരം ഇല്ലെന്നാ വിചാരിച്ചേ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ട്. റോഡിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പോ കഴിച്ചു നോക്കിയിട്ട് തോന്നുന്നു അതൊക്കെ കുറെ നാൾ ഇരുന്നതിന് ശേഷം ഉള്ളതായിരിക്കും. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റും നല്ല മധുരവും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഡ്രാഗൺ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. യാതൊരു കെയറിങ്ങും വേണ്ട. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നട്ടിരിക്കുന്ന വെറുതെ ഗ്രോ ബാഗിൽ വേലിയിലോട്ട് കയറ്റി വിട്ടതാണ്. വേലിക്ക് കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല. കട്ടിയുള്ള ഫെൻസിങ് ആയിരുന്നു ചെയ്തിരിക്കുന്ന കമ്പി. അപ്പം അതിലോട്ട് തന്നെ നല്ല രീതിയിൽ പടർന്നു കിടക്കാണ്. ഇപ്പൊ എനിക്ക് ഇത് കഴിച്ചപ്പം തോന്നുന്നുണ്ട് ആ സൈഡ് മുഴുവൻ ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിച്ചേനെ. കാര്യം നമുക്ക് ശല്യം ഒന്നും വരുന്നില്ല. വലിയ കയറി കിടന്നോളുമല്ലോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. തിന്നുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു.
കയ്യിന്ന് പോകുന്നില്ല. അപ്പൊ ചെറിയ ഇങ്ങനെ തേച്ചാൽ ചെറിക്കും ഒരു കളർ വരുമല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ്, ഒത്തിരി ഗുണമുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങളും ഇതേപോലെ ഒന്ന് നട്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാര്യം എന്റെ നേരത്തെ ഉണ്ടായിരുന്ന ചാനല് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്, അത് ഡിസേബിൾ ആയിപ്പോയി. എന്റെ ഒരു മണ്ടത്തരം കൊണ്ടാണ് കേട്ടോ. എന്റെ തന്നെ വേറൊരു ചാനലിലെ വീഡിയോസ് ഞാൻ അതിനകത്തോട്ട് വിട്ടു. വേറെ ചാനലിലെ അല്ല, ഇപ്പോഴത്തെ ഈ ചാനലിലെ വീഡിയോ, അതുകൊണ്ടാണ് അത് പോയത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ കാണുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.